അപ്പോൾ ഇന്ന് പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു യാത്രയാണ്. പ്ലാനിങ്ങും ബഡ്ജറ്റും നോക്കാതെ പെട്ടെന്ന് ഇറങ്ങി പുറപ്പെടുന്ന യാത്രകളാണ് കൂടുതൽ മനോഹരമാക്കുന്നത്. അപ്പോൾ ഇന്ന് പോകുന്നത് തമിഴ്നാടാണ്. സത്യത്തിൽ ഈ അടുത്തൊന്നും ഇത്രയും നല്ല വ്യൂ ഉള്ളൊരു പമ്പ് ഞാൻ കണ്ടിട്ടില്ല. ഏറ്റവും ചുരുങ്ങിയ ബഡ്ജറ്റിൽ ഏറ്റവും നല്ല കാഴ്ചകൾ കാണുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്ലാൻ. ചെറിയ മഴയിലും തണുപ്പത്തൊക്കെ ഇതുപോലെ ബൈക്കിൽ പോകാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ കാഠിന്യം കൂടി വന്നാൽ വണ്ടി ഓടിക്കച്ചിരി പാടാണ്. അങ്ങനെ സൈഡിൽ വണ്ടി നിർത്തി ഒരേ കളർ റെയിൻകോട്ടൊക്കെ ഇട്ട് ഞങ്ങൾ യാത്ര തുടർന്നു. അങ്ങനെ കേരളത്തിൽ നിന്നുള്ള ആദ്യ തമിഴ്നാട് വ്യൂവും കണ്ട് നേരെ തമിഴ്നാട്ടിലേക്ക്. ഞങ്ങൾ ആദ്യം പോകാൻ ഉദ്ദേശിക്കുന്നത് കേരള ടു തെങ്കാശി ട്രിപ്പ് പ്ലാൻ ചെയ്താൽ തന്നെ ആദ്യം മനസ്സിൽ വരുന്ന സ്പോട്ടിലേക്കാണ്. മഴ എന്തായാലും ഞങ്ങളെ തോപ്പിച്ചേ പറ്റുമെന്നുള്ള ഭാവത്തിലാണ്. അങ്ങനെ മഴയൊക്കെ തോപ്പിച്ച് ഞങ്ങൾ ഞങ്ങളുടെ സ്ഥലത്തെത്തി, തിരുമലക്കോവിൽ. പാരച്ചൂട്ടില്ലാതെ പറക്കാൻ താല്പര്യമുള്ളവർക്കെല്ലാം ഇപ്പോൾ ഇങ്ങോട്ട് വരാം. അതുപോലെ കാറ്റാണ്. ഇത്രയും വലിയ കാറ്റത്തും മഴയത്തും തിരക്കിന് യാതൊരു കുറവുമില്ല. എന്തൊക്കെ പറഞ്ഞാലും ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ അത് വേറെ ഒന്ന് തന്നെയാണ്. പുഷ്പ സിനിമയ്ക്ക് ശേഷമാണ് ഈ ക്ഷേത്രം ആൾക്കാരിലേക്ക് കുറച്ചുകൂടെ എത്തുന്നത്. പളനിയെ പോലെ തന്നെ പ്രസിദ്ധമായ ക്ഷേത്രം തന്നെയാണ് തിരുമലക്കോവിൽ. പക്ഷേ പുഷ്പയുടെ ഷൂട്ടിങ്ങിന് ശേഷമാണ് ഇത് കുറച്ചുകൂടെ ആൾക്കാരിലേക്ക് എത്തുന്നത്. ഇത് ഈ കാണുന്ന പടി കാണുമ്പോൾ എല്ലാവർക്കും ഓർമ്മ വരും. ഇവിടോട്ട് വരുന്നവരെ മഴ വെറുത്തെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം ഇഷ്ടപ്പെടാൻ തുടങ്ങി. ഇതിൻ്റെ മുകളിൽ നിന്നാൽ കാണാൻ പറ്റുന്ന ഡാമാണ് മേക്കര ഡാം. ഞങ്ങൾ അടുത്ത് പോകുന്നത് അങ്ങോട്ടാണ്. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ് ഈ കുളം. എന്തൊക്കെ പറഞ്ഞാലും ഇവിടുത്തെ കാറ്റ് അതിനെ പിടിച്ചിരിക്കാൻ നമുക്ക് പറ്റത്തില്ല. അവിടുന്ന് ഞങ്ങൾ വണ്ടിയെടുത്ത് ഇറങ്ങി നേരെ മേക്കരയിലോട്ട്. തിരുമലക്കോവിൽ നിന്ന് മേക്കരയിലോട്ട് 11 കിലോമീറ്ററാണുള്ളത്. പക്ഷെ പോകുന്ന വഴിക്കുള്ള വ്യൂ അതൊരു രക്ഷയില്ല. ഈ മഴയത്ത് ഈ പാടത്തിന് നടുക്കൂടെ പോകുമ്പോൾ കിട്ടുന്നൊരു ഫീല് അതിവിടെ വന്ന് തന്നെ അനുഭവിക്കണം. ഞങ്ങളങ്ങനെ മേക്കര ഡാമെത്തി. ഇതിന് മുകളിൽ കയറാൻ പറ്റിയിരുന്നെങ്കിൽ ഇവിടെ ഇന്ന് തിരുമലക്കോവിൽ കാണാമായിരുന്നു. പക്ഷേ ഞങ്ങൾ വന്നപ്പോഴത്തേനും ഡാം അടച്ചു. ഞങ്ങൾക്ക് അതുകൊണ്ട് മുകളിൽ കയറാൻ പറ്റിയില്ല. ഇവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് വലിയ കഥയൊന്നും ഇല്ലെന്ന് മനസ്സിലാക്കി ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കണ്ട പാടത്തെത്തി. പക്ഷേ ഇവിടെ വന്നപ്പം ഈ യാത്ര കൊണ്ട് ഞങ്ങൾ എന്താണോ വിചാരിച്ചത് അത് ഞങ്ങൾക്ക് കിട്ടി. ഇനി എത്ര മഴ നനഞ്ഞാലും ഒരു കുഴപ്പമില്ലെന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ നിന്ന് കിട്ടുന്ന ഈ കാറ്റും മഴയും മനസ്സിനൊരു വല്ലാത്ത സന്തോഷം തരുന്നുണ്ട്. ഇവിടുന്ന് എന്തായാലും തിരുമലക്കോവിൻ്റെ ഒരു വ്യൂ ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ മേക്കരയോട് യാത്ര പറഞ്ഞ് തമിഴ്നാട് സ്റ്റൈൽ ഫുഡും കഴിച്ച് തിരിച്ച് നാട്ടിലോട്ട്. സമയം കിട്ടുമ്പോൾ ഇങ്ങനെയുള്ള യാത്രകൾ ചെയ്യുന്നത് മനസ്സിന് ഒരുപാട് സന്തോഷം തരും. അപ്പോൾ ഇനി പുതിയൊരു യാത്രയെ കാണാം. പോയിട്ട് വരാം.